പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഈ മനോഹരമായ പ്രപഞ്ചം കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഒരു ദിവ്യ ബലി അർപ്പിക്കുന്നതിനായി ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും അങ്ങ് കാൽവരിയിൽ ഞങ്ങൾക്കായി അർപ്പിച്ച ബലിയോട് ചേർന്ന് ഞങ്ങളുടെ ജീവിത ബലിയെയും അവിടത്തേക്ക് സമർപ്പിക്കുന്നു. ഈ ബലി അർപ്പണത്തിന് സഹായിക്കുന്ന 5-ാം വാർഡിനെയും ഇടവകയിൽ എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും ദേവാലയത്തിൽ വരാൻ സാധിക്കാത്തവരെയും രോഗികളായി കഴിയുന്നവരെയും ഈ ബലിയിൽ സമർപ്പിക്കുന്നു. ഇവിടെ ഞങ്ങൾക്കായി ബലി അർപ്പിക്കുന്ന വികാരി അച്ഛനെയും ഇടവകയിൽ സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സിനെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ മക്കളിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. യേശു ഏക ദൈവകർത്താവുമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുവാനും അത് ഏറ്റുപറയുവാനുമുള്ള കൃപ നൽകണമേ. ഈ ബലി ഏറ്റവും ഭക്തിയോടും വിശ്വസ്തയോടും കൂടി അർപ്പിക്കുവാൻ പരിശുദ്ധ അമ്മേ, വിശുദ്ധ അഗസ്തീനോസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
ദുഷ്ടനിധിയെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ കുരിശിലൂടെ പ്രദാനം ചെയ്ത രക്ഷയെ പ്രതി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് വാഗ്ദാനം ചെയ്ത സുവിശേഷ ഭാഗ്യങ്ങൾക്ക് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തന്നെ ശൂന്യനാക്കി സമ്പൂർണ്ണ ബലിയായി തീർന്ന മിശിഹായോട് താതാത്മ്യപ്പെടുവാനും ഈ ബലി യോഗ്യതയോടുകൂടി പരികർമ്മം ചെയ്യുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടെ നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാവുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാവുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും.
നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന 10 അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലേ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടുത്തെ ഭയപ്പെടുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ സേവിക്കുകയും നിങ്ങളുടെ നന്മയ്ക്കായി ഞാൻ നൽകുന്ന കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുകയും ചെയ്യുക എന്നല്ലാതെ എന്താണ്? ആകാശവും ആകാശങ്ങളുടെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും നിന്റെ ദൈവമായ കർത്താവിൻ്റെതാണ്. എങ്കിലും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരിൽ സംപ്രീതനായി അവരെ സ്നേഹിക്കുകയും അവർക്ക് ശേഷം അവരുടെ സന്തതികളായ നിങ്ങളെ ഇന്നും നിങ്ങളായിരിക്കുന്നത് പോലെ മറ്റെല്ലാ ജനങ്ങൾക്കും ഉപരിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആകയാൽ ഹൃദയം തുറക്കുവിൻ, ഇനിമേൽ ദുശാഠ്യക്കാരായിരിക്കരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദൈവങ്ങളുടെ ദൈവവും നാഥന്മാരുടെ നാഥനും മഹാനും ശക്തനും ഭീതിതനുമായ ദൈവവും മുഖം നോക്കാത്തവനും കൈക്കൂലി വാങ്ങാത്തവനുമാണ്. അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും നീതി നടത്തി കൊടുക്കപ്പെടുന്നു. ഭക്ഷണവും വസ്ത്രവും നൽകി പരദേശിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതിനാൽ പരദേശിയെ സ്നേഹിക്കുക. ഈജിപ്തിൽ നിങ്ങൾ പരദേശികളായിരുന്നല്ലോ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടണം. നിങ്ങൾ അവിടുത്തെ സേവിക്കുകയും അവിടുത്തോട് ചേരുകയും അവിടുത്തെ നാമത്തിൽ മാത്രം സത്യം ചെയ്യുകയും വേണം. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ. കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. വാനവികാരങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ. കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റോഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ. കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ. കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരേ, വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 26 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും. നിന്നെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, ആകയാൽ എന്ത് വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സ്വരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ.
ഭാഷാവരത്തോടെ സംസാരിക്കുന്നെങ്കിൽ 2-3 പേർ മാത്രമേ സംസാരിക്കാവൂ. ഓരോരുത്തർക്കും മാറി മാറി സംസാരിക്കുകയും ഒരാൾ വ്യാഖ്യാനിക്കുകയും ചെയ്യണം. വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ അവർ സഭയിൽ മൗനം ദീക്ഷിക്കുകയും ഓരോരുത്തരും തങ്ങളോട് തന്നെയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യട്ടെ. 2-3 പേർ പ്രവചിക്കുകയും മറ്റുള്ളവർ അത് വിവേചിക്കുകയും ചെയ്യട്ടെ. കൂടിയിരിക്കുന്നവരിൽ ആരെങ്കിലും വെളിപാടുണ്ടായാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവൻ നിശബ്ദനാകണം. അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും മാറി മാറി പ്രവചിക്കാനും പഠിക്കാനും പ്രോത്സാഹനം ലഭിക്കാനും ഇടയാകും. പ്രവാചകരുടെ ആത്മാവ് പ്രവാചകർക്ക് വിധേയമാണ്. എന്തെന്നാൽ ദൈവം കോലാഹലത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാണ്. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശ്രയമെന്നലകാരിൽ വന്നു നിറഞ്ഞു കുറുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുമായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിത പൂരിത പോലെ നാളിപ്പോ. അതുപോൽ സുരനും പരിശുദ്ധാത്മാവിനും തുരിയുയരട്ടെ. ആദി മുതൽ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 18 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവനാരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെയാകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലെയുള്ളൊരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തിരക്ക് പിടിച്ച ഒരു റെയിൽവേ സ്റ്റേഷനിൽ ധാരാളം ആളുകൾ ട്രെയിനിൽ കയറാനും ട്രെയിനിൽ നിന്നിറങ്ങിയും ഈ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു പോവുകയാണ്. 3 ഉദ്യോഗസ്ഥർ ട്രെയിനിൽ കയറാൻ വേണ്ടി നടന്ന് പോകുമ്പോൾ അതിലാരുടെയോ കൈതട്ടി ആ പ്ലാറ്റ്ഫോമിൽ ആപ്പിള് വിറ്റുകൊണ്ടിരുന്ന കുട്ടിയുടെ കൊട്ടയിൽ തട്ടുകയും ആപ്പിൾ കൊട്ട നിലത്ത് വീഴുകയും ആപ്പിൾ എല്ലാം പ്ലാറ്റ്ഫോമിലൂടെ ഓടി നടക്കുകയാണ്. ട്രെയിനിൽ കയറാനുള്ള തിരക്കിൽ അവര് അത് ശ്രദ്ധിച്ചില്ല. എന്നാൽ അതിലൊരു മനുഷ്യൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഈ കൊച്ചുകുട്ടി ഓരോ ആപ്പിളും ആളുകളുടെ ഇടയിലൂടെ നടന്ന് ഈ കൊട്ടയിൽ നിക്ഷേപിക്കുകയാണ്. അത് കണ്ടപ്പോൾ ആ മനുഷ്യന്
തോന്നി, ഞാൻ ഈ ട്രെയിനിൽ ഇപ്പോൾ പോകുന്നത് ശരിയല്ല, ആ കുട്ടിയെ സഹായിക്കണം എന്ന രീതിയിൽ അദ്ദേഹം തിരിച്ച് ഈ കുട്ടിയുടെ അടുത്തേക്ക് വരികയാണ്. അടുത്തു വന്നപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ ഈ കുട്ടി അന്ധനായ ഒരു കുട്ടിയാണ്. അതോടെ അറിഞ്ഞപ്പോൾ ആ മനുഷ്യന് വലിയ ദുഃഖവും സങ്കടവും തോന്നി. അദ്ദേഹം ഓരോ ആപ്പിളും എടുത്ത് ഈ കൊട്ടയിൽ ഇട്ട് ഈ കുട്ടിയെ സഹായിക്കുകയാണ്. ഏറ്റവും അവസാനം അദ്ദേഹം ആ കുട്ടിയുടെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, മോനെ, ക്ഷമിക്കണം, അറിയാതെ പറ്റിയതാണ്. ഉടനെ ആ കൊച്ചുകുട്ടി ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങളുടെ പേരാണോ ക്രിസ്തു? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇത്രയും ആർദ്രതയോടെ, ഇത്രയും സ്നേഹത്തോടെ പെരുമാറിയ നിങ്ങളാണോ, നിങ്ങളുടെ പേരാണോ ക്രിസ്തു? ചിന്തനീയമായിട്ടുള്ള ഒരു കാര്യം. അന്ധനായ കുട്ടിക്ക് അവനൊന്നും കാണാൻ കഴിയില്ല, പക്ഷേ അവൻ ധരിച്ചിരിക്കുന്ന യേശു ക്രിസ്തു ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. ആർദ്രതയുള്ള, ദുഃഖങ്ങളിൽ ദുഃഖിക്കുന്ന, നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന, സാധാരണക്കാരിൽ സാധാരണക്കാരനായി വർത്തിക്കാൻ കഴിയുന്നവനാണ് ക്രിസ്തു. ഇന്നത്തെ സുവിശേഷവും ഇത് മാത്രമാണ് പറയുക. സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് എന്ന ചോദ്യത്തിന് യേശുക്രിസ്തു വളരെ സിമ്പിളായിട്ടാണ് സംസാരിക്കുക. തൊട്ടടുത്തു നിന്ന ഒരു ശിശുവിനെ മധ്യത്തിലേക്ക് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും വലിയ വിളി, ദൈവവിളി എന്ന് പറയുന്നത് അച്ഛനാകാനും കന്യാസ്ത്രീയാകാനും കുടുംബജീവിതത്തിലാകാനുള്ള വിളിയൊന്നുമല്ല. അതിനേക്കാൾ അടിസ്ഥാനപരമായിട്ടുള്ള ദൈവവിളി എന്ന് പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിക്കാനുള്ള വിളിയാണ്. ആലോചിച്ച് നോക്കണം. നമ്മൾ നിഷ്കളങ്കതയോടെ പെരുമാറാൻ കഴിയുക, സ്നേഹത്തോടെ ഇടപെടാൻ കഴിയുക, വേദനിക്കുന്നവനോടൊത്ത് വേദനിക്കാൻ കഴിയുക, അവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കാൻ കഴിയുക, അവരാണ് സ്വർഗരാജ്യത്തിൽ ഇരിക്കുക. ഒത്തിരി വിശദീകരണത്തിന്റെ ആവശ്യമൊന്നും ഈ സുവിശേഷത്തിനില്ല. യേശു വളരെ തന്റെ ജീവിതം തന്നെ കാണിച്ചിട്ടാണ് പറയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരരെ, ഞാനും നിങ്ങളും നമ്മളായിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ ദൈവം നമ്മിൽ നിന്ന് വലിയ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ, കുടുംബങ്ങളിൽ ഇതുപോലെ പെരുമാറാൻ കഴിയുമോ? ആർദ്രതയോടെ, സ്നേഹത്തോടെ, വേദനിക്കുന്നവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ച് അവന്റെ വേദനയിൽ പങ്കാളികളാകുവാൻ എനിക്ക് കഴിയുമോ? നിങ്ങൾക്ക് കഴിയുമോ? ഈ ചോദ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. ബാക്കിയെല്ലാം പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. ഇത് പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, എനിക്ക് രോഗമുണ്ടല്ലോ, എനിക്ക് വേദനയുണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാണ് മറ്റുള്ളവരുടെ? സ്നേഹമുള്ളവരെ, നമ്മുടെ വേദനകൾ, നമ്മുടെ ദുഃഖങ്ങൾ എത്രയോ ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാവും. യേശു വേദന സഹിച്ച ദൈവമാണ്. അതുകൊണ്ട് അവന് വേദനിക്കുന്നവരെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു. എനിക്കും നിങ്ങൾക്കും ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ വേദനകൾ നമ്മൾ അനുഭവിക്കുവാൻ സാധിച്ചാൽ തീർച്ചയായും അങ്ങനെയുള്ള നമുക്ക് ആർദ്രതയോടെ പെരുമാറാൻ കഴിയും. അങ്ങനെയുള്ളവർക്കാണ് സ്നേഹത്തോടെ ഇടപെടാൻ കഴിയുക. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് തോളിൽ തട്ടി ആശ്വസിപ്പിക്കുവാൻ കഴിയുക. അല്ലാതെ ഒരു വേദനയും ഒരു ദുഃഖവും അനുഭവിക്കാത്തവർക്ക് ഒരിക്കലും മനുഷ്യനായി ജീവിക്കാൻ കഴിയില്ല. ഈ ഒരു ആഹ്വാനം എന്റെയും നിങ്ങളുടെയും കാതുകളിൽ എപ്പോഴും മുഴങ്ങണം. നിനക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കാൻ കഴിയുമോ?
നീ അങ്ങനെ ജീവിച്ചാൽ നിന്നെ നോക്കി ആളുകൾ പറയും, ഇവനാണ് ക്രിസ്തു. സ്നേഹമുള്ളവരെ, അവരിലൂടെയാണ് ക്രിസ്തു ഇന്നും ലോകത്തിൽ ജീവിക്കുക. അതിനെനിക്കും നിങ്ങൾക്കും കഴിയുമോ എന്ന് ഈ പരിശുദ്ധമായ ദേവാലയത്തിലിരുന്ന് നമ്മൾ ചോദിക്കണം. ഇനിയുള്ള നമ്മുടെ ജീവിതം ആർദ്രതയോടെ, സ്നേഹത്തോടെ, നിഷ്കളങ്കതയോടെ ജീവിക്കാനുള്ള വലിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കണം. എന്റെ സഹോദരനായിക്കൊള്ളട്ടെ, എന്റെ അയൽവാസിയായിക്കൊള്ളട്ടെ, അവൻ എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, ആയിക്കോട്ടെ. അവൻ എന്നെക്കുറിച്ച് മോശം പറയുന്നു, ആയിക്കോട്ടെ. ഞാൻ അങ്ങനെ പെരുമാറുന്നില്ല. കാരണം എന്നിൽ വസിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. അവൻ എന്റെ ഉള്ളിലുള്ളപ്പോൾ എനിക്കങ്ങനെ പെരുമാറാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ സത്യം തുറന്നു പറയാം, അങ്ങനെ നമ്മളോട് പെരുമാറുന്നവരോട് നമ്മൾ ആർദ്രതയോടെ പെരുമാറിയാൽ അവർ നിഷ്പ്രഭരായി പോകും. നമ്മുടെ മുമ്പിൽ, നമ്മുടെ സ്നേഹത്തിന്റെ മുമ്പിൽ, നമ്മുടെ തലോടലുകളുടെ മുമ്പിൽ, നമ്മുടെ നിഷ്കളങ്കതയുടെയും ആർദ്രതയുടെയും മുമ്പിൽ അലിഞ്ഞു പോകാത്തൊരു ഹൃദയവും ഇന്ന് ലോകത്തിലില്ല. അത് 100% ഉറപ്പാണ്. നമ്മൾ അല്പം കാത്തിരിക്കണമെന്ന് മാത്രം. കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങളിലെല്ലാം ഇത് ബാധകമാണ്. നമ്മളൊന്ന് എളിമപ്പെട്ടാൽ തീരുന്ന പ്രശ്നമേ നമ്മുടെ കുടുംബങ്ങളിലുള്ളൂ. നമ്മളൊന്ന് തലോടി ആശ്വസിപ്പിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ നമ്മുടെ കുടുംബജീവിതങ്ങളിലുള്ളൂ. അതിനാര് തയ്യാറാകും എന്നതാണ് പ്രസക്തമായ ചോദ്യം. ഞാൻ തയ്യാറാകണം. നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ആ കൃപയ്ക്കായി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളുടെ പ്രകാശന്മാരെയും സമാധാനിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികൾ അങ്ങേ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയയുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കൊണ്ട് വീതി ഉത്സവ സൃഷ്ടിമാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവെ, വിധ ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിനും മാർഗത്തിലൂടെ ലോകജനത നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാന നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധാവ് മാർ ഫ്രാൻസിസ് പ്രാപ്പായെയും ഞങ്ങളുടെ സഭാധ്യക്ഷൻ പിതാവുമായ മാർ ജോർജ് ആനന്ദ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തയും മാർ മാത്യു മെത്രാപ്പോലീത്തയും മാർ ജോസഫ് മെത്രാനെയും സഭാധ്യക്ഷന്മാരേവരെയും അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉത്താനം പ്രതീക്ഷയുമായി മിശിഹായെ, നീ കുരിശടയാളത്തോടുകൂടി വാനമേഖലയാകുമ്പോൾ നിന്റെ വലത്തുഭാഗത്ത് അണിഞ്ഞിരിക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാമത്തിലെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹസമ്പന്നനായ മിശിഹായേ, നിന്റെ കുരിശ് ഞങ്ങൾക്ക് നിത്യം സംരക്ഷണമാകട്ടെ. സഹനത്തിന്റെ മാതൃക കാണിച്ചു തന്ന നീ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും സ്വീകരിക്കണമേ. നിസ്വാർത്ഥ സേവനത്തിന്റെ പ്രേക്ഷിതരാകുവാനും സുവിശേഷ ഭാഗ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. Ah
താതനും അതുപോലാത്മജനും ദിവ്യരോഗായിക്കും സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെ ദൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള വിചാരനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവമുള്ള സത്യവും പിതാവിനോട് സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായിൽ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിവാഹം അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ദൈവവും സാഹോദര്യവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനങ്ങളുടെ മാമോദീസായി ശരീരത്തിന്റെ ഏർപ്പം നിത്യായുസ്സും ഞങ്ങൾ പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനാ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പ്രാർത്ഥകൃഷ്ണന്മാരും മത്രമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ തിരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശാല സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുകയും വിശുദ്ധയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവൻ കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച
സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹാ സ്നേഹത്തിൽ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അന്താപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നിന്ന് പറയുകയും അടുത്ത് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവിൽ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തമായ രഹസ്യങ്ങൾ കൂടുതൽ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമ്മതമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്രോതത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം യാക്കോബെന്നിവർതൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ. ന്യായവുമാണതു യുക്തവുമാ. ന്യായവുമാണതു യുക്തവുമാ. ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മുടെ കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഒരുമിച്ചില്ല
വീശി പുഞ്ചിരി തൂകിപ്പാടുന്നു നീഹാരം മുത്തമിടും ശാലോടി താഴ്വാരം ഓസ്ലേമിൻ തിരുവേദികളിൽ ഉയരും കാഹള സംഗീതം ഓശാന 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 ഓശാന. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളെ സ്നേഹമുള്ളവരും ആർദ്രതയോടെ പെരുമാറുന്നവരുമാക്കി മാറ്റണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മൗത്തമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനും പിതാവുമായ മാർ മാത്യു മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ആരാധനാ സമൂഹത്തിനു വേണ്ടിയും
ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങൾ അർപ്പിക്കുന്ന ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ വർണ്ണനയും സമർത്ഥമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവും പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും പ്രവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ നാമത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ബലിപീഠത്തെയും പാവമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ശരീരമാകും എന്റെ ശരീരമിതാ, നിങ്ങൾക്കു വേണ്ടി ചിന്തിയാരേകും എന്നുടെ രക്തമിതാ. നിങ്ങൾക്കു പുതുജീവനേകാം, നിങ്ങളെ പുതു സൃഷ്ടിയാക്കാം. എന്റെ ശരീരമിതാ,
എന്റെ രക്തമിതാ ഇതു വാങ്ങി ഭക്ഷിക്കുവിൻ ഇതു പാനം ചെയ്തിടുവിൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമരമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിലവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദരത്തോട് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സഹോദരന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാമോദരം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പെട്ട ഐക്യത്തോടുകൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവൻ ദൈവത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. ദൈവപുത്രന്റെ മരണം വഴി കുരിശ് വിജയം വരിച്ചു. കുരിശിന്റെ തണലിൽ നമുക്ക് അഭയം തേടാം. ക്രൈസ്തവന്റെ പടവാളും സ്നേഹത്തിന്റെ പതാകയുമായ കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. കുരിശിലെ ബലിവഴി നിന്റെ ശരീരങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരേ, ഇതാ നമുക്കായി സ്വർഗ്ഗീയ വിരുന്നൊരുക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ പങ്കുകൊള്ളുന്ന നമ്മെ ദൈവം എന്നേക്കുമായി തന്റെ രാജ്യത്തിന് അവകാശികളാക്കട്ടെ.
യേശുവേ നീ വരുമോ? എന്നോട് ചേരാൻ എന്നുള്ളിൽ വാഴാൻ എന്നരികിൽ നീ വരുമോ? എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ വൈകാതെ വന്നിടണേ ആത്മനായക. നെഞ്ചകം നിറയുമ്പും നൊമ്പരമെല്ലാം അകറ്റാൻ നെഞ്ചകം നിറയുമ്പും നൊമ്പരമെല്ലാം അകറ്റാൻ തിരുവോസ്തിരൂപ തിരുമാറിലെന്നെ ചേർക്കുവാൻ മനസ്സാകണേ. തിരുവോസ്തിരൂപ തിരുമാറിലെന്നെ ചേർക്കുവാൻ മനസ്സാകണേ. ഒരു വാക്കു ചൊല്ലാം ഒരു നോക്കു കാണാൻ യേശുവേ നീ വരുമോ? തുണയേകുവാനായി സ്നേഹമേ മനസ്സാകണേ. തൃക്കൈകൾ നീട്ടി തുണയേകുവാനായി സ്നേഹമേ മനസ്സാകണേ. എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ വൈകാതെ വന്നിടണേ ആത്മനായക. ഒരു വാക്കു ചൊല്ലാൻ ഒരു നോക്കു കാണാൻ യേശുവേ നീ വരുമോ? എന്നോട് ചേരാൻ എന്നുള്ളിൽ വാഴാൻ എന്നരികിൽ നീ വരുമോ? എത്ര
നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നാൻ ചേർന്നിടുവാൻ വൈകാതെ വന്നിടണേ പരിശുദ്ധാത്മാവിന്റെ കൃപാത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവിതമായ രസങ്ങൾ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവ് ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ അതിരൂപത വിദ്യാഭ്യാസ സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ഇന്ന് ക്ഷണിക്കുകയാണ്. ഉപരി വിദ്യാഭ്യാസത്തിന് പോയിട്ടുള്ള കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് നൽകുക. അടുത്ത ഞായറാഴ്ചയ്ക്ക് മുൻപായി അങ്ങനെയുള്ളവര് വിശദമായ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന അപേക്ഷ കൈക്കാരന്മാരുടെ അടുത്ത് ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അടുത്ത ശനിയാഴ്ച പള്ളിയും പരിസരവും ക്ലീൻ ചെയ്യേണ്ടതും അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് സഹായിക്കേണ്ടതും 6-ാം വാർഡാണ്. 6-ാം വാർഡിന്റെ കൂടാരയോഗം അടുത്ത വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് ശ്രീ എബ്രഹാം തെരുവക്കാട്ടിലിന്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. ഇന്നലെ പള്ളിയും പരിസരവും ക്ലീൻ ചെയ്യുകയും ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് സഹായിക്കുകയും ചെയ്ത 5-ാം വാർഡിലെ എല്ലാ അംഗങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുവാനായിട്ടുണ്ട്. നമ്മുടെ ദേവാലയത്തിൽ പ്രത്യേകിച്ച് വിവാഹത്തിന്റെ അവസരങ്ങളിൽ നിങ്ങൾക്കറിയാം, ഈ ഫോട്ടോഗ്രാഫേഴ്സിന്റെയും വീഡിയോ എടുക്കുന്നവരുടെയും അതിപ്രസരം അല്ലെങ്കിൽ അവരുടെ മോശമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിന് ഒരിക്കലും ചേരാത്ത രീതിയിൽ വരുന്ന ഒരു സാഹചര്യം, അത് ഇനി അനുവദിക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് നീങ്ങിയതുകൊണ്ട് നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ക്രമീകരണങ്ങൾ അതിനോടനുബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. ഇന്നു മുതൽ ഇനി ഇങ്ങനെയായിരിക്കും നമ്മുടെ ദേവാലയത്തിൽ വിവാഹത്തിന്റെ അവസരത്തിലുള്ള ക്രമീകരണം. അതായത് ദേവാലയത്തിലേക്ക് നവവധൂവരന്മാരെ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും അവരല്ല ആദ്യമായിട്ട് ഇത് നിയന്ത്രിക്കേണ്ടത്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. നിയന്ത്രിക്കേണ്ടത് കുടുംബനാഥനാണ്. ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളുടെ മക്കളുടെ വിവാഹം അത് സമയത്തിന് ദേവാലയത്തിൽ എത്തിക്കുന്നതും ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന്റെയും പൂർണ്ണ ഉത്തരവാദിത്വം ആ കുടുംബനാഥനാണ്. വേറെ ആരും അത് ഏറ്റെടുക്കാൻ അനുവദിക്കരുത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ദേവാലയത്തിൽ വന്നു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനും പ്രത്യേക സ്ഥലം അലോട്ട് ചെയ്യും. അവിടെ നിന്ന് മാത്രമേ അവർക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ അനുവാദമുള്ളൂ. ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനോ ദേവാലയത്തിലൂടെ നടന്ന് വീഡിയോയോ ഫോട്ടോസോ എടുക്കാൻ അനുവദിക്കുന്നതല്ല. വലിയ കുടകൾ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ടതാണ്, വലിയ കുടകളുമായിട്ട് ദേവാലയത്തിൽ അതൊന്നും അനുവദനീയമല്ല. ഇതെല്ലാം ദേവാലയത്തിന്റെ വെളിയിൽ, ഷൂട്ടിംഗൊക്കെ ദേവാലയത്തിന്റെ വെളിയിലാണ്. ഇത് പരിശുദ്ധമായ സ്ഥലമാണ്. പരിശുദ്ധമായ അന്തരീക്ഷം
സൃഷ്ടിക്കാത്ത ഒരു പരിപാടിയും ദേവാലയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുകയില്ല. അത് കർശനമായ നിർദ്ദേശമാണ് നൽകുന്നത്. അത് കുടുംബനാഥൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇതിന്റെ വിശദമായ അടങ്ങിയ ഇത് ഇവിടെ അച്ചടിച്ച് എന്റെ കയ്യിൽ ഉണ്ടാകും. ഓരോ വിവാഹ അവസരത്തിലും അതിനു മുൻപായി കുടുംബനാഥന്റെ കയ്യിൽ ഇതിന്റെ ഓരോ കോപ്പിയും നൽകുന്നത്. അതനുസരിച്ച് വേണം വിവാഹത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ. അതോടൊപ്പം വിവാഹത്തിന്റെ ശേഷം ബെറുമാറിയം എന്ന ഗാനം പാടിയ ശേഷം 3 ഫോട്ടോസ് മാത്രമേ ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ വെച്ച് എടുക്കാൻ പാടുള്ളൂ. അത് വൈദികരോടൊത്തും മാതാപിതാക്കന്മാരോടുമൊത്ത്. മൂന്നാമതായിട്ട് ദേവാലയത്തിൽ നേർച്ചയിടുന്ന ബാക്കിയുള്ള എല്ലാ ഫോട്ടോസും ഇനി മുതൽ നമ്മുടെ മോണ്ഡലത്തിൽ വെച്ചായിരിക്കും. അതോടൊപ്പം ആളുകൾ എല്ലാവരും ദേവാലയത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വളരെ സംസാരം നമ്മൾ തന്നെ ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ നടത്തുന്നു. പ്രത്യേകിച്ച് വിവാഹത്തിന്റെ അവസരം ഒരു കാരണവശാലും അത് അനുവദനീയമല്ല. മൂന്നാമത്തെ ഫോട്ടോസ് കഴിയുമ്പോൾ കപ്പ്യാര് ഈ കതക് അടയ്ക്കും. എല്ലാവരും അതിന്റെ അർത്ഥം എല്ലാവരും ദേവാലയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങുക. അവിടെ നിങ്ങൾ ഫോട്ടോസ് എടുക്കുകയോ അതിന്റെ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരു കാരണവശാലും ഇതിൽ നിന്ന് വിരുദ്ധമായിട്ട് ആരും പെരുമാറാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകമായി അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ദേവാലയത്തിന്റെ അന്തരീക്ഷം മോശമാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഈ ക്രമീകരണങ്ങൾ ചെയ്യുക. നിങ്ങൾ ആത്മാർത്ഥമായി അതിനോട് സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ അറിയിക്കുന്നു. മറ്റൊരു കാര്യം, നമ്മുടെ ദേവാലയത്തിൽ അനുബന്ധിച്ച് ഇവിടെ ലേലം നടക്കുന്ന അവസരത്തിൽ ഞാനൊരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ലേലം എന്ന് പറയുന്നത് അത് പൊതുവാണ്. ലേലം വിളിക്കാൻ എല്ലാവർക്കും അനുവാദമുണ്ട്. ഇടവക്കാർക്കും ഇടവക്കാരല്ലാത്തവർക്കും ലേലത്തിൽ സംബന്ധിക്കാം. വികാരിയച്ഛന് ലേലം വിളിക്കാം. കൈക്കാരന്മാർക്ക് ലേലം വിളിക്കാം. അതിൽ യാതൊരു തടസ്സവുമില്ല. ഒരാൾ കരികാരനായും വികാരിയായതിന് പേരിൽ ഒരു കുഴപ്പവുമില്ല. വിളിക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ആർക്കും ചുമ്മാ ലേലത്തിൽ പിടിക്കാനുള്ളതല്ല ദേവാലയത്തിലെ ഓരോ കാര്യങ്ങളും. അത് മാക്സിമം തുക ദേവാലയത്തിൽ ലഭിക്കത്തക്ക രീതിയിൽ അത് വിളിക്കാൻ വികാരി സഹിതം എല്ലാവർക്കും അനുവാദമുണ്ട്. അത് ആ രീതിയിലായിരിക്കും നമ്മൾ പ്രൊസീഡ്. ആർക്കും ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. സഭയുടെ നടപടിക്രമത്തിൽ വ്യക്തമായിട്ടുള്ള നിയതമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതുകൊണ്ട് ലേലത്തിൽ എല്ലാവർക്കും സംബന്ധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വളരെ വ്യക്തവും നിയതവുമായി അറിയിക്കണം. യാതൊരു സംശയത്തിനും ഇനി ഇട ഉണ്ടാകരുത്. ആ രീതിയിലുള്ള സംസാര ശൈലികൾ ഒരിക്കലും ദേവാലയത്തിന്റെ കോമ്പൗണ്ടിൽ ഉണ്ടാകരുത് എന്ന കാര്യം പ്രത്യേകമായി അറിയിക്കുന്നു. വരുന്ന ഞായറാഴ്ച ആദ്യത്തെ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ സ്കൂളിന്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മഹാഗണി മരം ലേലം ചെയ്തു കൊടുക്കുന്നതാണ്. ശനിയാഴ്ചയ്ക്ക് മുൻപായി അതിന് താല്പര്യമുള്ളവരെ കൊട്ടേഷൻ നൽകാവുന്നതാണ് എന്ന കാര്യം കൂടെ പ്രത്യേകം ഈ അവസരത്തിൽ അറിയിക്കുന്നു. മറ്റൊരു കാര്യം, നമ്മുടെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ ഉപയോഗിക്കുന്ന ശവപ്പെട്ടി, അത് തടി കൊണ്ടുള്ള പെട്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൈക്ക ഒട്ടിച്ച ഒരു ശവപ്പെട്ടി ഇവിടെ അനുവദനീയമല്ല. അതിന് കാരണം നിങ്ങൾക്കറിയാം, അത് ദ്രവിക്കുകയില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കാരണവശാലും അങ്ങനെ ആരും അതിൽ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു. സത്യത്തിൽ എന്തായാലും തീർച്ചയായിട്ടും ഞാനത് എതിർത്തേനെ. ഒരു കാര്യം, നമ്മൾ ദേവാലയത്തിന്റെ നിയതമായിട്ടുള്ള ഒരു സംവിധാനത്തിൽ ഒരു കാര്യം പറയുമ്പോൾ അത് ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ വ്യക്തിത്വം. ഇത് ഇവിടെയുള്ളവർക്ക് വേണ്ടിയല്ല, നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി അങ്ങനെയുള്ള ശവപ്പെട്ടികൾ ഇവിടെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കരുത് എന്ന് പ്രത്യേകമായി അവസരത്തിൽ അറിയിക്കുന്നു. ഈ 11-ാം തീയതി നമ്മുടെ പുതിയ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുകയാണ്. അന്ന് 15-ാം തീയതി രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി പി ജെ ജോസഫാണ് നിർവഹിക്കുക. 11, 12 തീയതികളിൽ ജില്ലാ സീനിയർ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഇവിടെ വെച്ചാണ് നടക്കുക. ഈ ബാസ്കറ്റ്ബോളിന്റെ കോർട്ടിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചാണ് ഈ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഞാൻ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. അതിന്റെ നോട്ടീസ് കുർബാനയ്ക്ക് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. KCWA യുടെ നേതൃത്വത്തിൽ ഈ മാസം 21-ാം തീയതി ചൊവ്വാഴ്ച
മൂന്നാറിന് ടൂറ് പോകുവാൻ താൽപര്യമുള്ളവർ 13-ാം തീയതി തിങ്കളാഴ്ചയ്ക്ക് മുൻപായി KCWA ഭാരവാഹിയുടെ പക്കൽ പേരും 700 രൂപയും നൽകണമെന്ന് അറിയിക്കുന്നു. KCWAയുടെ യൂണിറ്റ് തല മത്സരങ്ങളും വാർഷികവും ഇലക്ഷനും 25-ാം തീയതി ശനിയാഴ്ച 2 മണിക്ക് ഇവിടെ വെച്ച് നടത്തുന്നതായിരിക്കും. എല്ലാ അംഗങ്ങളും അതിൽ പങ്കെടുക്കുകയും ചെയ്യണം. മത്സര ഇനങ്ങളുടെ വിവരം നോട്ടീസ് ബോർഡിൽ ഇടുന്നതാണ്, അല്ലെങ്കിൽ ഭാരവാഹികൾ അടുത്തുനിന്ന് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, KCWAയിലെ കുട്ടികൾ അവരുടെ ഫണ്ട് ശേഖരണാർത്ഥം ഈ വരുന്ന ക്രിസ്മസിനുള്ള കേക്കുകൾ അത് കുറഞ്ഞ വിലയ്ക്ക് നമ്മുടെ വീടുകളിൽ എത്തിച്ച് നൽകാനാണ് അവരെ ഉദ്ദേശിക്കുക. അവരെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ വന്ന് അതിന്റെ കണക്കുകൾ എടുക്കുന്നതാണ്. നിങ്ങളെല്ലാവരും അതിനോട് സഹകരിക്കണം എന്ന് പ്രത്യേകമായി അവസരത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്തോത്രക്കാഴ്ച 10,810 രൂപയാണ്. 19-ാം തീയതി ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച വിശദമായിട്ട് പറയും, ഒരു ജ്ഞാനായ സമുദായ ബോധവൽക്കരണ ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 19-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് ആരംഭിക്കുന്നത്. എല്ലാവരും അതിൽ സംബന്ധിക്കണം. ഒരു ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന അതേ പ്രാധാന്യം ഉണ്ട് ഈ ക്ലാസ്സിന് എന്ന കാര്യം കൂടെ ഞാൻ അറിയിക്കുന്നു. എല്ലാവരും ആത്മാർത്ഥമായിട്ട് അതിൽ സംബന്ധിക്കണം. നമ്മൾ അറിയേണ്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിശദ വിവരങ്ങൾ അടുത്ത ഞായറാഴ്ച അറിയിക്കുന്നതാണ്. എഴുന്നേക്കാം. കർത്താവായ ദൈവമേ, ലോകത്തിന്റെ പ്രകാശമായി ഉദയം ചെയ്ത മിശിഹായിലൂടെ സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അർഹരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദീപരഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് സൽപ്രവൃത്തികൾ വഴി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അങ്ങ് തെരഞ്ഞെടുത്തു. ദീപരഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് ഞങ്ങൾക്ക് ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്ന സുവിശേഷ ഭാഗികൾക്കനുസൃതം ജീവിക്കുവാൻ കൃപ നൽകണമേ. അങ്ങയുടെ ദീപദാനത്തെക്കുറിച്ച് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ സ്വയം ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് കുരിശുമരണത്തോളം അനുസരണമുള്ളവനായിരുന്ന നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ അമൂല്യമായ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ കാരുണ്യപൂർവ്വം നീ ഞങ്ങളെ യോഗ്യരാക്കി. ഒരേ ആത്മാവും ഒരേ ഹൃദയമുള്ളവരായി നിന്റെ സന്തോഷത്തിൽ പങ്കുകാരാകുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവാം മിശിഹാവഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർത്തിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാമകിലർക്കു ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നും ജീവൻ നൽകും
ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമകിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇനി